പിതാവിന്റെ ആഗ്രഹ സഫലീകരണമായി SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയെങ്കിലും മുന്നോട്ടുള്ള വഴിയിൽ ഇരുട്ടിൽ തപ്പുകയാണ് മീനാക്ഷി സതീഷ് എന്ന പെൺകുട്ടി. അർബുദബാധിതനായി അച്ഛനും തൈറോയ്ഡ് രൂക്ഷമായതിനെ തുടർന്ന് അമ്മയും പരീക്ഷയ്ക്ക് തൊട്ടുമുൻപ് ആശുപത്രിയിലായി. എങ്കിലും നിശ്ചയദാർഢ്യത്തോടുകൂടി പരീക്ഷ എഴുതിയ മീനാക്ഷിക്ക് ഫലം വന്നപ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ അച്ഛനില്ലായിരുന്നു. കൂലിപ്പണിക്കാരനായ സതീഷിന് 3 വർഷം മുൻപാണ് കഴുത്തിൽ അർബുദം സ്ഥിരീകരിച്ചത്. RCCയിലും നെടുങ്കണ്ടം മാവടിയിലെ വീട്ടിലുമായാണ് ഈ 3 വർഷവും സതീഷ് കഴിച്ചുകൂട്ടിയത്. മകൾ എല്ലാ വിഷയത്തിനും A+ നേടണമെന്നത് സതീഷിന്റെ ആഗ്രഹമായിരുന്നു. പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് അച്ഛനും അമ്മയും ആശുപത്രിയിലായി. ഇതോടെ ഒറ്റയ്ക്കിരുന്നാണ് പഠിച്ചതും പരീക്ഷ എഴുതിയതും. ഫലം വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഫലം വരുന്നതിന് ഒരാഴ്ച മുൻപ് അർബുദം മൂർച്ഛിച്ച് സതീഷ് മരിക്കുകയും ചെയ്തു. പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് ഇതായിരുന്നു. കാരണം വീട്ടിൽ ഇപ്പോഴും തന്നെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനൊരു ഇത് കിട്ടി. അവർ രണ്ടുപേരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അവർക്ക് എത്ര മേലെങ്കിലും അവർ രണ്ടുപേരും എന്നെ അത്രയധികം തന്നെ ഒരു സപ്പോർട്ട് ചെയ്താണ് നിന്നിട്ടുള്ളത്. അച്ഛയ്ക്ക് മേലെങ്കിൽ ഞങ്ങളെ അധികമൊന്നും അറിയിക്കാതെ പുള്ളിക്കാരൻ നിന്നു. അമ്മയാണെങ്കിലും അതെ. മോഡലിൻ്റെ സമയത്താണെങ്കിലും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ് നിന്നത്. അവിടെ നിന്ന് മോഡലിൻ്റെ എക്സാം മൊത്തം അറ്റൻഡ് ചെയ്തത്. അവർ ഏകദേശം SSLC ടൈമിലാണെങ്കിൽ പോലും രണ്ടുപേർക്കും മേലായിരുന്നു. അച്ഛയ്ക്ക് തീരെ മേലായിരുന്നു. എങ്കിൽ പോലും അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടീവായിട്ടാണ് നിന്നത്. പരീക്ഷയ്ക്ക് SSLCക്ക് ഫുൾ A+ കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി. പക്ഷേ എന്താ പറയുക, വലിയൊരു സങ്കടമുണ്ട്. അച്ഛനൊപ്പം ഉണ്ടായിരുന്നില്ല. അച്ഛയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു SSLCക്ക് ഫുൾ A+ മേടിക്കുക എന്നുള്ളത്. അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള പഠനത്തിന് വഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ നിർധന കുടുംബം. മോഡലിൻ്റെ പരീക്ഷയുടെ സമയത്താണ് ഞാൻ തൈറോയിഡിൻ്റെ അത് ഒത്തിരി പ്രശ്നം കൂടിയിട്ട് ഒരു ശ്വാസം മുട്ടലായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഈ പരീക്ഷയുടെ സമയത്തായതുകൊണ്ട് 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ സമ്മതിച്ചില്ല. അങ്ങനെ കൊച്ചിൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹസ്ബൻഡാണെങ്കിലും ഹോസ്പിറ്റലല്ലെങ്കിലും പുള്ളി സീരിയസ് ആയിട്ട് ഇരിപ്പായിരുന്നു. പെങ്ങളുടെ വീട്ടിലായിരുന്നു. ഒരു ഏകദേശം ഒരു 3 ആഴ്ചയോളം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൻ്റെ എൻ്റെ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. കൂലിപ്പണി എടുത്താൽ ഞങ്ങൾ കഴിഞ്ഞ് ഓടുന്നത്. ഞങ്ങളുടെ പുള്ളിക്കാരനുണ്ടായിരുന്ന സമയത്തും കൂലിപ്പണി എടുത്താൽ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാലും ഒന്നിനും ഒരു കുറവും അങ്ങനെ വന്നിട്ടില്ല. ഞാൻ അസുഖമായിട്ടിരുന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാനും കൂലിപ്പണിക്ക് പോകുന്നതാണ്. ഇപ്പം പിന്നെ ജോലിക്ക് പോകാനും പറ്റാത്ത അവസ്ഥ. മെഡിസിന് അച്ഛൻ അസുഖമായതിനു ശേഷം മെഡിസിന് പോകണമെന്ന് അവർക്ക് അതിന് ആഗ്രഹം. അതിന് ഒരുപാട് ആഗ്രഹം. എപ്പോഴും പറയും എനിക്ക് മെഡിസിന് പോകണം എന്ന് പറയും. പക്ഷെ അതിന് നമുക്ക് മാർക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, സാമ്പത്തികം കൂടെ വേണ്ടി വരും. അപ്പം അതിന് ഇപ്പം ഇനിയിപ്പോൾ 2 വർഷം +2 കഴിഞ്ഞ് അല്ലേ ഇപ്പോൾ സയൻസ് എടുത്ത് പഠിച്ച് അത് കഴിഞ്ഞിട്ടല്ലേ നമുക്കിനി ബാക്കി സാമ്പത്തികം. നാട്ടുകാർ പിരിവെടുത്തും മറ്റുമാണ് സതീഷിന്റെ ചികിത്സ നടത്തിയത്. ഡോക്ടർ ആകണമെന്നാണ് മീനാക്ഷിയുടെ ആഗ്രഹം. സുമനസുകൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് ആ ആഗ്രഹം സഫലീകരിക്കാനാവൂ. കുടുംബത്തിന്റെ അവസ്ഥ പരമദയനീയമാണ്. അച്ഛന് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. ജോലി ചെയ്താലും ജീവിച്ചുകൊണ്ടിരുന്നു. 3 വർഷമായിട്ട് ക്യാൻസറായി. ഒരു ഘട്ടത്തിൽ അത് ക്രിട്ടിക്കലായി. ആ ക്രിട്ടിക്കലായ ഘട്ടത്തിൽ തന്നെയാണ് അമ്മയ്ക്കും തൈറോയ്ഡ് വന്ന് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്ത്. അങ്ങനെ അച്ഛനും അമ്മയും ഒരേപോലെ ഹോസ്പിറ്റലായ ഘട്ടത്തിലാണ് കൊച്ചിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഇത്രയും സാഹചര്യത്തിലായിട്ട് പോലും അവൾ നന്നായി പഠിച്ച് ഫുൾ A+ മേടിച്ചു. അവളുടെ വലിയ ആഗ്രഹം ഡോക്ടറാകണമെന്നാണ്. പക്ഷേ വലിയ പ്രതിസന്ധിയാണ് ഇനി ഈ കുടുംബത്തിൻ്റെ കാര്യം. അപ്പം ഏതെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിനും മറ്റുമൊക്കെ ഞങ്ങൾ ഈ ഇവിടുത്തെ എല്ലാ ആളുകളും എല്ലാവരും ചേർന്ന് നല്ലപോലെ പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിച്ച് കുടുംബത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും സുമനസ്സുകളുടെ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ
കഴിയുള്ളൂ, ഈ കുടുംബവും രക്ഷപ്പെടുത്തുള്ളൂ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചത് പറയുവാൻ പോലും മീനാക്ഷിക്കായില്ല. പക്ഷേ തുടർന്നുള്ള യാത്രയിൽ കൈപിടിക്കുവാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത്. ഇടുക്കിയിലെ ന്യൂസ് നെടുങ്കണ്ടം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ് ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.